ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ ഡേ 9 ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഞാൻ ഇന്നൊരു ബർഗറാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ ഒണിയൻ വെച്ചിട്ട് റിങ്സ് ചെയ്യില്ലേ, ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ, അതുമാണ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ടൈം ഒരു 4-4:45 ആയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്കിനി റെസിപ്പീസൊക്കെ കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഞാനിപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഡ്രിങ്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ മൊഹബത്ത് കാ സർബത്ത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. നമ്മൾ ഈ ചൂടിനൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടി, സമ്മറിൽ ബീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഞാൻ വാട്ടർമെലൻ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കസകസ് ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എൻ്റെ കയ്യിൽ റൂ ഹബ്സ് ഇല്ല, അതും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ ആവുള്ളൂ ആ ഒരു ടേസ്റ്റിൽ. പക്ഷെ ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇതിനനുസരിച്ച്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആപ്പിളാണ്. ചിലവർ മാത്രമേ ആപ്പിൾ ഇടാറുള്ളൂ. ഞാൻ ആപ്പിൾ, സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ടേസ്റ്റ് വൈസ് ആണെങ്കിലും നല്ലതായിരിക്കും. ഇതിങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മൊഹബത്ത് കാ സർബത്ത് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി നോമ്പ് തുറക്കാൻ നേരത്തെ എടുക്കാം. ഇനി അടുത്തത് ഞാൻ ബർഗറിൻ്റെ ഉള്ളിലേക്കുള്ള പാറ്റീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകണം, അതായത് ബർഗറിൻ്റെ ഉള്ളിലെ ഫില്ലിങ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ചിക്കനിൽ കുറച്ച് ബോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കത് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ 2 ബർഗറാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിനുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കണം. പിന്നെ അതിലൊരു തരി വെള്ളം പാടില്ല. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ പിഴിഞ്ഞാൻ്റെ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അടിയാനും പാടില്ല, എന്നാൽ ഒട്ടും അരയാണ്ടിരിക്കാനും പാടില്ല. അപ്പോൾ ഈ ഒരു ത്തിലാണ് നമുക്ക് കറക്റ്റ് കിട്ടേണ്ടത്. എന്നാലേ ബർഗർ നന്നായിട്ട് ആ ഒരു ഫില്ലിങ് നന്നായിട്ട് ശരിയാവുള്ളൂ. അപ്പോൾ അതെ, പിന്നെ ആ ഒരു സെയിം ജാറിലേക്ക് തന്നെ 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം സവാള, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുട്ട ബീറ്റ് ആയിട്ട് അതിൻ്റെ പകുതി മതി. ഞാൻ ഇത്രയും അല്ല ചെയ്യുന്നുള്ളൂ, എൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ പകുതി മുട്ട എടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഫുൾ സ്പൂൺ സോയാ സോസാണ് വേണ്ടത്. അതും കൂടി ഇട്ട് രണ്ടാമതൊന്ന് നന്നായിട്ട് അടിഞ്ഞ് വന്നെ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കണം. നമ്മൾ പാറ്റീസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈറ്റ് ആവണം. അതിന് വേണ്ടി നമ്മൾ ബ്രെഡ് ക്രംസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ ലാസ്റ്റ് ഒറ്റൊരു ബോൾ പോലെ കിട്ടണ ഒരു പരിവാവണ വരെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതേ ഞാൻ അങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ എല്ലാം ഇതേപോലെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ പരുവം എങ്ങനെ അറിയണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പുറത്തെ കയ്യിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിലേക്കൊന്നും വരരുത്, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കരുതൊന്നും. അതാണ് നമ്മുടെ കറക്റ്റ് പരുവം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അടുത്തത് നമ്മുടെ അനിയൻ റിങ്സിനേക്ക് വേണ്ടിയുള്ള സവാള ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അധികം വലുതാവാനും പാടില്ല, ഒട്ടും സൈസ് ചെറുതാവാനും പാടില്ല. ഒരു മീഡിയത്തിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൽ നമ്മൾ വേറെ മസാലയൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി വരും, പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് എത്രയും കുറച്ച് കട്ടി കൂടുതൽ എടുക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല ക്രിസ്പിനെസ് ആയിരിക്കും കേട്ടോ. നമുക്ക് എന്താ പറയുക, ലേസ് ചീറ്റോസൊക്കെ നമ്മൾ കഴിക്കില്ല, അങ്ങനത്തെ ആ ഒരു കറക്റ്റ് ക്രിസ്പിനെസ് ആയിരിക്കും ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെറുതെ കോൺഫ്ലവർ മാത്രം ഇട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത്, ഉപ്പ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത്, വെള്ളം വരും. എന്നിട്ട് നമുക്ക് ഇതും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. സോ അപ്പോഴേക്കും ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ, ബർഗർ പാറ്റീസ്, അത് നമുക്കിനി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ വേണ്ട ക്വാണ്ടിറ്റി, നിങ്ങളുടെ ബർഗർ ബണ്ണ് എന്തോരാണെന്ന് നോക്കണം. ആ സൈസ് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി വേണം എടുക്കാൻ വേണ്ടി. എൻ്റെ ബണ്ണ് കുറച്ച് വലുതായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ പാറ്റീസാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലല്ല വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനും പിന്നെ കയ്യിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഏറ്റവും കറക്റ്റ്, അതായത് ഒട്ടും വെള്ളം ഇല്ലാണ്ട് തന്നെ നമ്മൾ ഈ ചിക്കന് അടിച്ചെടുക്കണം, അതാണ് മെയിൻ തിങ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ആദ്യമേ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഹാഫിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മുട്ടയിൽ എഗ്ഗിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം.
പിന്നെ ഇതേപോലെ നമ്മുടെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് ഇത് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം ബ്രെഡ് ക്രംസിൽ, എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതും നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് നേരം ഒന്നും നിൽക്കരുത്, കാരണം ഇത് ഞാൻ കുറച്ച് സൈസിലാണല്ലോ ചെയ്തേക്കണം, പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൈയോടെ തന്നെ ഓയിലൊക്കെ ചൂടായി വരുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ രണ്ടാമത്തതും കൂടെ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ, ഓവർ ക്രിസ്പി ആക്കണ്ട. നമ്മൾ ബർഗറിൽ ഇനി സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് എങ്ങനെയാണോ ബർഗർ കഴിക്കുന്നത്, ബർഗറിൻ്റെ ഉള്ളിലെ ഫില്ലിങ് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ബർഗർ പാറ്റീസൊക്കെ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് അതൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അനിയൻ റിങ്സ് ആണ്. അതിനുവേണ്ടി 3 ടീസ്പൂൺ മൈദപ്പൊടി, അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. അതും കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊരു ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. അധികം വെള്ളം പോലെ അല്ല, എന്നാൽ അധികം കട്ടിയിലും അല്ല, ആ ഒരു രീതിയിൽ വേണം ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കോൺഫ്ലവറിൽ, ആ ഒരു ഓണിയൻ എടുത്ത് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിങ്ങനെ തന്നെ അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിരിക്കുമേ. നമ്മൾ എന്താ പറയുക, പുറത്തുനിന്നൊക്കെ നമ്മൾ ലേസ് ചീറ്റോസൊക്കെ കഴിക്കില്ല, അത്ര ക്രിസ്പിനെസ്സോടെ അത്ര ഫ്രഷോടെ അങ്ങനെ ആയിരിക്കും. ഇത് ചൂടാറിക്കഴിഞ്ഞാലും കുറച്ച് നേരം വഴി ഈ ക്രിസ്പിനെസ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് സോസും കൂട്ടി കഴിക്കാൻ നല്ലതാണ്. വെറുതെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാ സവാള ഇത് കഴിക്കണ പോലെ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. വലിയ പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നോളും. ചെയ്തവർക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഇത് നന്നായിട്ട് ഓവറായിട്ട് ഫ്രൈയും ആവേണ്ട. ഇത് നമുക്ക് കോൺഫ്ലവറൊക്കെ ഇട്ടുകൊണ്ട് ഒരു മീഡിയം ഫ്രൈ ആയാൽ തന്നെ നല്ല ക്രിസ്പിനെസ് ഉണ്ടാകും. കുറച്ചും കൂടെ ഫ്രൈ ആയാൽ നമുക്ക് കഴിക്കാൻ തുടങ്ങും. അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയത്തിൽ നിർത്തണം, അപ്പോഴും നല്ല ക്രിസ്പിനെസ് തന്നെ ഉണ്ടാകും. അപ്പോൾ 1 മിനിറ്റ് ഒന്നും ആയില്ല, അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാനും നല്ല രസമാണ്, ഡിപ്സൊക്കെ കൂട്ടി കഴിക്കാനും രസമാണ്. വെറുതെ കഴിക്കാൻ എനിക്ക് സാധാ നമ്മുടെ സവാള വടയുടെയൊക്കെ ആ ഒരു അങ്ങനെയാണ് തോന്നിയേക്കണേ. വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നാറില്ല. എന്തെങ്കിലും ഡിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇന്ന് മയണൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബർഗറിനൊക്കെ വേണ്ടിയിട്ട്. ചീസി ബർഗറാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്കിത് ഓരോന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അത് തന്നെ നമ്മുടെ റിൻസൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്നലത്തെ ഉള്ളിവടയുടെ കുറച്ച് ബാറ്റർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. നാളെ ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് നോമ്പ് തുറക്കണം കൂടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റ് ആയിപ്പോൾ 2 ദിവസത്തിന് കൂടുതൽ ഇന്ന് ആ ഒരു സവാളയൊക്കെ ഇട്ടതല്ല, അത് അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. ഇന്ന് സെറ്റ് ചെയ്യാനൊന്നും വലിയ കാര്യത്തിലൊന്നും പറ്റിയിട്ടുണ്ടായില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, നല്ല ധൃതി പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഞാൻ ചോറിനേക്ക് ഇന്ന് തക്കാളി ഒലത്തിയതാണ് കേട്ടോ കറി. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ കറിക്ക് എനിക്ക് ഫാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ അതേ അമ്മക്കും ഭയങ്കര ഇഷ്ടമാണ്. കൂടെ അവിടെ വാപ്പാക്കും അനിയത്തിക്കൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി. എനിക്കും ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് മാത്രം കൂട്ടി എനിക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് റൈസാണ്. അക്കൂക്ക് പിന്നെ കുറച്ച് നമ്മുടെ ചിയാ സീഡ് വെച്ച് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അക്കൂക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കുള്ള കുറച്ച് ചോറും ഇതൊക്കെ അതും കൂടെ ആക്കി വെച്ചാൽ നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ മടിയാകും, പിന്നെ ടയേർഡാവും. അതുകൊണ്ട് ഞാൻ അതും കൂടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ബർഗറിനുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മയനൈസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക്, നാരങ്ങനീര് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമ്മൾ അറിയാമല്ലോ മയനൈസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം പോലത്തെ മയനൈസാണ് വേണ്ടത്, നമ്മൾ ബർഗറിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് നമുക്കൊരു സോസ് പോലെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോ അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തത് 2 ബണ്ണെടുത്ത് നടുക്കുന്ന കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സോസ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മയണൈസ് പ്ലസ് കെച്ചപ്പാണ്. അത് 2ലും 1 സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടൊമാറ്റോയുടെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവോളയാണ്. അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. നമ്മൾ നേരത്തെ അനിയൻ ഡ്രിങ്ക്സിനൊക്കെ വേണ്ടി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ്. ഇനി അല്ലെങ്കിൽ ഇത് വേസ്റ്റ് ആകും. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്.
പിന്നെ അടുത്തത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പാറ്റീസ് ഒരു തവയിൽ ഇതേപോലെ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചീസും കൂടെ വെച്ചിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഏത് ചീസാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കരിഞ്ഞ് പോகிறது ഓൾറെഡി നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു, അപ്പോൾ ഇത് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചെടുക്കുമ്പോഴത്തേക്കും ചീസൊക്കെ മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബർഗറിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കെച്ചപ്പും മയണൈസും മിക്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ പൊക്കത്ത് കെച്ചപ്പ് മാത്രമായിട്ടൊരു കോട്ടും കൂടെ കൊടുക്കാം. ലെച്ചൂസ് എൻ്റെ ഇല്ല, ലെച്ചൂസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് വെക്കുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ അതേ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ടൊമാറ്റോ അനിയൻ, ആ ഒരു ഫില്ലിങ് കൂടെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിങ്ക ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് വയറ് ഫില്ലാവുകയും ചെയ്യും, അതേപോലെ ടേസ്റ്റ് ആണെങ്കിൽ ടേസ്റ്റ് വൈസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മൾ ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡ്രിങ്ക്, അതും കൂടെ ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ സിങ്ക ചിക്കൻ ബർഗർ ഭയങ്കര ജ്യൂസി ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ജ്യൂസി, ഞാൻ അങ്ങനെ കുറച്ച് ജ്യൂസി ആയിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാനുള്ളത് അങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്തത് നമ്മുടെ അനിയൻ റിങ്സ്, അത് ഭയങ്കര ക്രിസ്പിയാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അധികം മൊരിക്കരുത്, നല്ല ക്രിസ്പിയാണ്, ഭയങ്കര ക്രഞ്ചിയാണ്. ഡിപ്സൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു ബെസ്റ്റ് ഓപ്ഷനല്ല, അത് വെറുതെ കഴിക്കാനാണെങ്കിൽ അത്ര ഒരു ഇതുണ്ടാവില്ല. പിന്നെ നമ്മുടെ മുഹബത്ത് കാ സർബത്ത് അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞ് നല്ല ലേറ്റായിട്ടായിരുന്നു ഇന്ന് ഡിന്നർ കഴിച്ചിട്ടുണ്ടായത്. എന്നാൽ എൻ്റെ ഫേവററ്റ് കറിയും കൂടി ആയിരുന്നു, ചോറും തക്കാളി എഴുത്തിയതും പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഡിന്നറും കഴിച്ചു. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. നമുക്കപ്പോൾ നാളത്തെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. നാളെ അപ്പം ഞങ്ങൾ നോമ്പ് തുറക്കാൻ കൂടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ടാണ് നോമ്പ് തുറക്കണം. അപ്പോൾ നാളത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ ബൈ.